ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതേ LDF സർക്കാരെ സഖാവ് പിണറായി വിജയനെ വെറും 4,70,000 വീടേ കൊടുത്തുള്ളൂ 5 വർഷം കൊണ്ട് 9.5 വർഷം കൊണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അതായത് അദ്ദേഹം അംഗീകരിച്ചു 4,70,000 വീട് കൊടുത്തു എന്ന്. അതായത് ആകെ ഒരു ദിവസം 133 വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വർഷം 48,545 വീട് നിർമ്മിച്ചു കൊടുത്തു എന്ന് പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചു. UDFന്റെ 5 കൊല്ലം ആകെ കൊടുത്തത് 4,189. ഒരു ഭാഗത്ത് 4,189, ഇപ്പുറത്ത് 4,70,000. രണ്ടാമത് അദ്ദേഹം പറഞ്ഞതേ പിണറായി സർക്കാരെ ആകെ പട്ടയം കൊടുത്തതേ 4,10,000 എന്ന് അംഗീകരിച്ചുകൊണ്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതായത് ഒരു വർഷം 43,478 പട്ടയം, ഒരു ദിവസം 120 പട്ടയം, ഒരു മണിക്കൂറിൽ 5 പട്ടയം. അതേപോലെ തന്നെ UDF അംഗീകരിച്ചത് 9.5 വർഷം കൊണ്ടേ 3,02,000 പേർക്ക് PSC നിയമനം കൊടുത്തുള്ളൂ എന്ന്. അതായത് ഒരു വർഷം 31,815 നിയമനം, ഒരു ദിവസം 2,681 നിയമനം. അതുപോലെ ദിവസം ആ നിയമനത്തിന്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ കിഫ്ബി 9.5 വർഷം കൊണ്ട് 90,565 കോടി രൂപയുടെ 1,192 പദ്ധതികൾ, അതായത് ഒരു വർഷം 10,000 കോടി രൂപയുടെ അടിസ്ഥാന വികസന രംഗത്തെ പദ്ധതികൾ ഇവിടെ നടപ്പാക്കുകയാണ്. അതുപോലെ തന്നെ 4.5 വർഷം കൊണ്ട് 35,000 കോടി രൂപയാണ് റോഡ് വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ മൊത്തം റോഡുകളുടെ 60.12% BMBC ആയിട്ട് മാറിയിരിക്കുക. ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പണമില്ലെന്ന് പറഞ്ഞല്ലോ. റോഡ് വികസനത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കഴിഞ്ഞ 5 വർഷമായി കൊടുത്തത് 8,867 കോടി രൂപയാണ്. ഈ UDF ഗവൺമെന്റിന്റെ കാലത്ത് ആകെ വന്ന സ്റ്റാർട്ടപ്പ് 5 വർഷം കൊണ്ട് 300 ഈ LDF സർക്കാരിന്റെ കാലത്ത് അത് 7,400 ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ കാർഷിക മേഖല കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് 24,990 ഹെക്ടർ തരിശു ഭൂമിയിലാണ് കൃഷി ഇറക്കിയത്. അതുപോലെ വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് എത്ര വന്നു എന്നറിയോ? ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1,23,00,000 വിദേശ സഞ്ചാരികളാണ് കേരളത്തിലേക്ക്, ടൂറിസ്റ്റുകളാണ് കേരളത്തിലേക്ക് വന്നത്. അതിൽ 1,19,00,000 തദ്ദേശീയരായിട്ടുള്ള വിനോദസഞ്ചാരികൾ. അതുപോലെ കേരളത്തിന് പുറത്തുനിന്ന്, ഇന്ത്യക്ക് പുറത്തുനിന്ന് 3,83,000. അങ്ങനെ ട്രഷറി പൂട്ടുമെന്ന് പറഞ്ഞു, സപ്ലൈകോ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞു, പെൻഷൻ മുടങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പോ കൃത്യമായി സപ്ലൈകോ പൂട്ടിയില്ല, ട്രഷറിയും സപ്ലൈകോ കൃത്യമായിട്ട് തന്നെ തുറന്നു, കാര്യക്ഷമമായിട്ട് വിതരണം ചെയ്തു. ട്രഷറി പൂട്ടിയില്ല, പെൻഷൻ മുടങ്ങിയില്ല. അതുപോലെ തീരദേശ ഹൈവേ, അതുപോലെ ദേശീയപാത, മലയോര പാത, ദേശീയ ജലപാത, ജലമെട്രോ, K-ഫോൺ, AI ക്യാമറ, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ മഹത്തായ മാതൃക, ഇടമൺ കൊച്ചി ദേശീയപാത, അതുപോലെ വ്യവസായ ഇടനാഴി, ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് വികസനം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ ചോദ്യമേ ഉള്ളൂ UDFന്റെ കാലത്ത്. ഈ കഴിഞ്ഞ 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷം, അഴിമതിയില്ലാത്ത 10 വർഷം, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷം, നിയമന നിരോധനമില്ലാത്ത 10 വർഷം, പൊതുമേഖലാ വ്യവസായങ്ങൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, ട്രഷറി അടച്ചുപൂട്ടാത്ത 10 വർഷം, ക്ഷേമ പെൻഷൻ ഇപ്പൊ കുടിശ്ശികയില്ലാത്ത 10 വർഷം, റേഷൻ മുടങ്ങാത്ത 10 വർഷം, സ്കൂൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, പാഠപുസ്തകം മുടങ്ങാത്ത 10 വർഷം. പ്രകടന പത്രികയിൽ ഞങ്ങൾ ആദ്യം 600 കാര്യങ്ങൾ പറഞ്ഞു, 590 നടപ്പാക്കി. ഇപ്പൊ 900 കാര്യങ്ങൾ പറഞ്ഞു. 780, 800 ഒക്കെ കഴിഞ്ഞ് 900ലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ 5 മാസം കൊണ്ട് ഞങ്ങൾ കടക്കും. ഇതൊന്നും കൂടാതെ തന്നെ അതിദരിദ്ര സർവേ നടത്തി അതിന് പരിഹാരമായി. അതുപോലെ വീട്ടമ്മമാർക്ക് പെൻഷൻ, യുവജനങ്ങൾക്ക് പെൻഷൻ. ഇതൊക്കെ നിങ്ങൾ ഏത് ബജറ്റിലാണ് ഉൾപ്പെടുത്തിയത് എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഇതൊക്കെ സാമൂഹ്യ യാഥാർത്ഥ്യമല്ലേ? ഈ കേരളത്തിലെ ആകെ ജനസംഖ്യ 3.5 കോടി, 18 വയസ്സിൽ മുകളിലുള്ളവരുടെ ജനസംഖ്യ 2.25 കോടി. സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്നത് 64 ലക്ഷം, വീട്ടമ്മമാരുടെ പെൻഷൻ മേടിക്കുന്നത് 34 ലക്ഷം, യുവജനങ്ങളുടെ പെൻഷൻ സ്റ്റൈഫൻഡ് വാങ്ങിക്കുന്നത് 5 ലക്ഷം. അതായത് 1 കോടിയിലധികം ഗവൺമെന്റിന്റെ പ്രത്യേക കരുതൽ, ശ്രദ്ധ കിട്ടുന്ന കേരളമായിട്ട് ഈ കേരളം മാറുകയാണ്. അതുകൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം, 1 പശ്ചാത്തല വികസനം, 2 സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികൾ, 3 വികസന പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ. ഇവ നടപ്പാക്കി വികസിത രാജ്യങ്ങളിലെ പിന്നിലാക്കിയാണ് നമ്മൾ കുതിക്കുന്നത്. ശിശുമരണ നിരക്കിൽ നമ്മൾ അമേരിക്കയെ പിന്നിലാക്കി. അതുപോലെ മാനവവിഭവ സൂചിക, സുസ്ഥിര വികസന സൂചിക എടുത്തു നോക്ക്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നമുക്ക് പിന്നിലാണ്. വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം. 2 കാര്യങ്ങളിലല്ലേ നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയാറ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേട്ടമില്ല. ഈ ലോകത്ത് 180 രാജ്യങ്ങളിൽ 81 രാജ്യങ്ങളിലെ കുട്ടികൾ, 2,620 കുട്ടികൾ ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 61 ലോക രാജ്യങ്ങളിലെ 1,859 കുട്ടികൾ ഈ തവണ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഈ രാജ്യത്ത് നടക്കുന്ന PSC നിയമനം അതിന്റെ പകുതിയിലധികം ഈ കേരളത്തിലാണ്. കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും മികച്ച സർവകലാശാലകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു, 20 എണ്ണം. അതിൽ 3 എണ്ണം ഈ കേരളത്തിൽ നിന്നാണ്.
100 കോളേജുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു. അതിൽ 20 ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഏറ്റവും മികച്ച ഗവൺമെന്റ് കോളേജുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു. അതിൽ 2ാം സ്ഥാനം എറണാകുളം മഹാരാജാസ് കോളേജിനാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നപ്പോൾ ഇവർ കൊട്ടിഘോഷിച്ചു. നമ്മളത് 15ാം സ്ഥാനത്തായി. കഴിഞ്ഞ വർഷം നമ്മൾ 1ാമതായി. ഈ തവണയോ ആ 1ാം സ്ഥാനം നിലനിർത്തുമ്പോൾ 100ൽ 99.3% പോയിന്റ് നമ്മൾ നേടി. ഏറ്റവും മുന്നിൽ, ശക്തമായി മുന്നിൽ. അപ്പൊ UDF ഒരു അക്ഷരം പോലും ഉരിയാടാൻ കഴിയുന്നില്ല. ഡിജിറ്റൽ കേരളമായിട്ട് മാറി. വിവാഹം കഴിക്കുന്ന ദമ്പതികൾ സ്റ്റേജിൽ വെച്ചൊരു ക്ലിക്ക് ഞെക്കുമ്പോഴേക്കും മൊബൈൽ ഫോണിലൂടെ വിവാഹ സർട്ടിഫിക്കറ്റ് വരികയാണ്. ഡിജിറ്റൽ കേരളമായിട്ട് മാറി. അതുപോലെ ഈ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞവർ മാറ്റി പറയുന്നു. ഏറ്റവും വ്യവസായ സൗഹൃദ നാടായിട്ട് ഈ കേരളം മാറി. ലോകത്തിന്റെ വലിയ വലിയ സ്റ്റാർട്ടപ്പുകൾ ഈ കേരളത്തിൽ വന്ന് ആരംഭിക്കുന്നു. 10 കോടി രൂപ വരെയുള്ള സംരംഭം ആരംഭിക്കാൻ നിങ്ങൾക്ക് ഒരു ലൈസൻസും വേണ്ട, ഒരു സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസും വേണ്ട. 3 വർഷത്തിനുള്ളിൽ ലൈസൻസ് എടുത്താൽ മതി. ഇത്തരത്തിൽ സൗഹൃദ കേരളമായി, വ്യവസായ സൗഹൃദ കേരളമായി ഈ കേരളം മാറി. നമുക്കറിയാം വിഴിഞ്ഞം പദ്ധതി, കല്ലിട്ടാൽ കപ്പലോടുമോ? ഈ കൊച്ചി മെട്രോ ഇപ്പോൾ ഇൻഫോ പാർക്കിലേക്ക്, അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ കാണുകയാണ്. വിഴിഞ്ഞമാവട്ടെ, മെട്രോ ആവട്ടെ, കണ്ണൂർ എയർപോർട്ട് ആവട്ടെ, ഒരുപാട് കല്ലുകൾ. അതെ, കല്ലിട്ടാൽ കപ്പൽ ഓടില്ലല്ലോ. അതുപോലെ കല്ലിട്ടാൽ മെട്രോ ഓടില്ലല്ലോ. ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ വിളിച്ച് പ്രത്യേക അവാർഡ് കൊച്ചി മെട്രോയ്ക്ക് കൊടുത്തു. ഇത്ര മികച്ച മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചി മെട്രോ ലാഭത്തിൽ. ജല മെട്രോ കൊച്ചിയിലെ 10 ദ്വീപുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറച്ച ഡൽഹിയും ഉത്തർപ്രദേശും നമ്മൾ കണ്ടു. ഈ തുരുത്തിയിലേക്ക് ചെന്നാൽ ദാരിദ്ര്യത്തെ, ചേരിയിൽ കിടക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്ത ഏത് നാടുണ്ട് ഈ ലോകത്ത്? തിരുവനന്തപുരത്തേക്ക് ചെല്ല്. നമുക്കറിയാം, കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ ഓക്കി ദുരന്തത്തിന്റെ ഭാഗമായി മരണപ്പെട്ടു. മുഴുവൻ ആളുകൾക്കും പുനഃഗ്രഹം പദ്ധതിയുടെ ഭാഗമായിട്ട് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തു. ചൂരൽമല, മുണ്ടക്കൈ. പലരും പറഞ്ഞല്ലോ ഇനി കുട്ടികൾ കുടുക്ക പൊട്ടിക്കില്ല, ഇനി ഉമ്മമാർ ആടിനെ വിൽക്കില്ല, പശുവിനെ വിൽക്കില്ല, ഇനി ഒരു നയാ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കില്ല. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഞങ്ങൾ സ്ഥലം കണ്ടെത്താൻ പോകുകയാണെന്ന്. മിസ്റ്റർ പ്രതിനിധി, ഒറ്റ കാര്യം, ഈ മാർച്ച് മാസത്തിൽ അവിടെ വീട് നഷ്ടപ്പെട്ട 524 കുടുംബങ്ങൾക്കും ഒരേ സമയം ഈ ഗവൺമെന്റ് വീട് നിർമ്മിച്ചു കൊടുക്കും. ആ വീടിന്റെ പുരോഗതി, പണിയുടെ പുരോഗതി ഗംഭീര അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഒരേ രൂപത്തിൽ 524 വീട്. കേന്ദ്ര സഹായം കാത്തിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് പൂർത്തീകരിച്ച് ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കുക. നിങ്ങളുടെ ആപ്പ് എവിടെ? നിങ്ങൾ ഇതിന് പണം പിരിക്കാൻ നോക്കിയ ആപ്പ് എവിടെ? ഇപ്പൊ ഒരു ആപ്പും ഇല്ല, ഒരു ഒന്നുമില്ല. നമുക്കറിയാം. അതിനുശേഷം 88 ലക്ഷം രൂപ കിട്ടിയെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സമ്മതിച്ചു. 1 രൂപ നിങ്ങൾ മുടക്കിയോ? നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞില്ലേ 7 ലക്ഷം പിരിച്ചു, 8 ലക്ഷം പിരിച്ചു. കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ഒരു വീട് പോലും പണിയാതെ ഒരു കല്ലിടാൻ നിങ്ങൾക്ക് പറ്റിയോ? എവിടെ കർണാടകത്തിലെ കോൺഗ്രസ് പറഞ്ഞ വീട്? എവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞ വീട്? എവിടെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ വീട്? എവിടെ KPCCയുടെ 1000 വീട്? പിന്നെ അത് 100 വീടാക്കി, 50 വീടാക്കി. എവിടെ യൂത്ത് കോൺഗ്രസിന്റെ 30 വീട്? ഒരു വീട് നിങ്ങൾ കൊടുത്തോ? ഒരു വീട്. എന്നിട്ടാണ് നിങ്ങൾ ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയെ കുറ്റം പറയാൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിവാദങ്ങളുടെ പുറകെ പൊക്കോ, ആരോപണങ്ങളുടെ പുറകെ പൊക്കോ. ഞങ്ങൾ നടപ്പാക്കിയ പദ്ധതികൾ, ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ഓരോ ദിവസം വീടാന്തരം കയറുമ്പോൾ ആ വീട്ടമ്മമാർ ഞങ്ങളോട് വന്ന്, മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ കൃത്യമായി പെൻഷൻ കിട്ടിയ സന്തോഷത്തിലും, അതുപോലെ ഞങ്ങളുടെ കെയറിന്റെ കൃത്യമായിട്ടുള്ള സുരക്ഷയുടെ സന്തോഷം. ആയുർദൈർഘ്യം കേരളത്തിൽ 80-85 കഴിഞ്ഞ് മുന്നേറുകയാണ്. എല്ലാ രംഗത്തും ഗവൺമെന്റിന്റെ ശ്രദ്ധ, കരുതൽ എത്തിച്ചേരുകയാണ്. ഇതാണ് ഗവൺമെന്റ്. ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞില്ലേ, CM എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ എന്ന് മാത്രമല്ല അർത്ഥം, ക്രൈസിസ് മാനേജറാണ്. ക്രൈസിസ് മാനേജറായിട്ട് കുതിച്ചു മുന്നേറുന്ന കാഴ്ച നാം കാണുകയാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് എഴുതിയതുപോലെ എ കമ്മ്യൂണിസ്റ്റ് സക്സസ് ലാൻഡ്. എല്ലാവർക്കും തുല്യതയോടെ ജീവിക്കാൻ കഴിയുന്ന, വർഗീയ കലാപങ്ങളില്ലാത്ത, ജാതി, മതം, ഭാഷ, വേഷവിധാനം, മറ്റേത് ഒരു വിവേചനവുമില്ലാതെ, അന്ധവിശ്വാസം, അനാചാരം, സാമൂഹ്യ ജീർണത, തൊട്ടുകൂടായ്മ, ഒരു വിവേചനമില്ലാതെ ഈ കേരളം കുതിച്ചു മുന്നേറുന്നത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഹൃദയപക്ഷത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ്. അത് ജനങ്ങൾ അംഗീകരിക്കും. മറ്റു വിവാദങ്ങൾ എത്ര നിങ്ങൾ ഉയർത്തിയാലും ജനങ്ങൾ ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതേപോലെ വിവാദമായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ ഉള്ളിൽ സ്വർണം, അതുപോലെ തന്നെ ഖുറാന്റെ ഉള്ളിൽ വെച്ച് സ്വർണം, അതുപോലെ എത്രയോ വിവാദങ്ങൾ, ലൈഫ് പദ്ധതിയുടെ അഴിമതി, ഇതൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 6 കോർപ്പറേഷനിൽ 5 LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 11 LDF, 941 ഗ്രാമപഞ്ചായത്തിൽ 581 ഗ്രാമപഞ്ചായത്ത് LDF, ബ്ലോക്ക് മുനിസിപ്പാലിറ്റി ആധികാരികമായിട്ടുള്ള വിജയം നേടി കേരളത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയത്. കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ചരിത്രമുണ്ട്. എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് ചരിത്രം? ആരാണോ ഭരിക്കുന്ന മുന്നണി, ആ മുന്നണിക്കെതിരെ വോട്ട് ചെയ്ത ചരിത്രമേ ഈ കേരളത്തിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ആദ്യമായി ആ ചരിത്രം തിരുത്തി എഴുതിയത് 2020 ഡിസംബർ മാസം 16-നാണ്. ആധികാരികമായ വിജയം 5 തലത്തിലേക്കും നേടാൻ കഴിഞ്ഞു. അത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച് ചരിത്രം തിരുത്തി എഴുതി ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച കിട്ടി. ആ സമാനമായിട്ടുള്ള സാഹചര്യം ആവർത്തിക്കും. അതിനുവേണ്ടി ജനം കൃത്യമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഈ വിവാദങ്ങളെയെല്ലാം അവർ കുഴിച്ചു മൂടി
അവസാനിപ്പിക്കും കേരളത്തിലെ ജനത, ഒരു സംശയം വേണ്ട.